ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ SCRT സീരീസിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു ചാപ്റ്റർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കർത്തവ്യങ്ങളും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവകാശങ്ങളെയും പറ്റിയാണ് ഈ ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് ചാപ്റ്ററിലെ പോയിന്റ്സിലോട്ട് പോകാം. നോക്കിയടാ, നമ്മുടെ BR അംബേദ്കറിനാണ് കാണുന്നത്. BR അംബേദ്കർ പറഞ്ഞ ഒരു കോട്ട് നമുക്ക് നോക്കിയിട്ട് പോവാം. നോക്കിയടാ എടാ, സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കപ്പെടുന്നു. എന്താണ് പറയുന്നത്? എടാ, അനേകരുടെ മേൽ ചുരുക്കം ചിലർ എന്ത് ചെയ്യുന്നു? ആധിപത്യം സൃഷ്ടിക്കപ്പെടുന്നു. എന്തിൻ്റെ അഭാവത്തിൽ? സമത്വത്തിൻ്റെ അഭാവത്തിൽ. ഓക്കെ, എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. ഓക്കെ, സ്വാതന്ത്ര്യമില്ലെങ്കിൽ അവിടെ എന്തില്ല? വ്യക്തി മുന്നേറ്റത്തെ ഹനിക്കപ്പെടുന്നു. പിന്നെന്ത് പറയുന്നു? സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല എന്നും ഡോക്ടർ BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1959 നവംബർ 25 നടന്ന സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇവ. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് പറയുന്നു? സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് BR അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം? ഇനി വരുന്ന എക്സാമിനൊക്കെ ചോദിക്കാം, ഇത് ആരുടെ വാക്കുകളാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിച്ച് പോവാം. ഓക്കെ, ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, 7ാം ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റി ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം പറഞ്ഞതാണ്. എന്നാലും നമുക്കൊന്നുകൂടെ ഓട്ടിച്ചു വിടാം. എന്താണ് പറയുന്നത്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡിസംബർ 9 ഈ സമ്മേളനം കൂടിയെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെന്ത് പറയുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു നമ്മുടെ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നു. അതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിര അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടതെന്നും പറഞ്ഞതാണ്. പിന്നെന്ത് പറയുന്നു? നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 ഉപസമിതികൾ? ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ്? സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി. അങ്ങനെ 3 കമ്മിറ്റികളാണ് ആരുടെ? നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 ഉപസമിതികൾ. ഓക്കെ, അപ്പം 3 ഉപസമിതി, 22 കമ്മിറ്റികളാണ് ഉണ്ടത്. ആ 22 കമ്മിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ബാക്കി എന്താ പറയുന്നേ? എടാ, ആ രൂപീകരണ വേളയിൽ എത്ര പേരുണ്ടായിരുന്നു? 389 പേരുണ്ടായിരുന്ന സഭ എന്ത് ചെയ്തു? 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യുന്നു? അത് എത്രയായിട്ട് കുറഞ്ഞു? 299 കുറയുകയുണ്ടായി. നമുക്കറിയാം 389 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം. അത് വിഭജനത്തിന് ശേഷം 299 ഈ 389 17 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത് ടോട്ടൽ. അതിന്ന് വിഭജനത്തിന് ശേഷം എത്ര സ്ത്രീകളായിട്ട് മാറി? 15 സ്ത്രീകളായിട്ട് മാറി. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത് പറയുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. എന്തൊക്കെ? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കും പൗരന്മാർക്കുമായിട്ട് സംരക്ഷിക്കുന്നതിന് നമ്മുടെ ഭരണഘടന പ്രഖ്യാപിക്കുന്നുണ്ട് എന്നും പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങളായിട്ടും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശങ്ങളായിട്ടും അതായത് എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളായും അവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെ? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ സംരക്ഷിക്കുന്നതിന് എന്തൊക്കെയുണ്ട്? മൗലിക അവകാശങ്ങളായിട്ടും മാർഗനിർദ്ദേശക തത്വങ്ങളായിട്ടും ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഓക്കെ, അതോടൊപ്പം എന്താണ്? രാഷ്ട്രത്തോടും സമൂഹത്തോടും നമ്മൾ അതായത് പൗരന്മാർ പുലർത്തേണ്ടതായിട്ടുള്ള ചില കർത്തവ്യങ്ങളുണ്ട്. അതെന്തായിട്ട്? മൗലിക കർത്തവ്യങ്ങളായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓരോന്നായിട്ട് നോക്കാം. അത് നമ്മൾ എന്ത് പഠിക്കണം? മൗലിക അവകാശങ്ങൾ പഠിക്കണം. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ഉറപ്പായും ഒരു ചോദ്യം ഇവിടെ നിന്നുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? അത് വൃത്തിയായിട്ട് അതൊന്നൊരു മാർക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈഴ കീറി പഠിക്കണം. SCRT പാഠഭാഗത്ത് നിന്നും ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മിനിമം ഉണ്ടാവും. എന്താണ് മൗലിക അവകാശം? ഒരു പൗരന്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് അടിസ്ഥാനമായിട്ടും അല്ലെങ്കിൽ പ്രാഥമികമായ രീതിയിൽ ജീവിക്കാൻ ആവശ്യമുള്ള അടിസ്ഥാനപരമായ അവകാശങ്ങളാണെന്ത്? മൗലിക അവകാശം. ഓക്കെ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇന്നതൊക്കെ കിട്ടും. മൗലികമായിട്ടുള്ള അവകാശങ്ങളായിട്ട് കിട്ടും. ഓക്കെ,
അതേപോലെ എല്ലാ രാജ്യത്തും ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവരുടെ സംസ്കാരത്തിനും ജീവിത രീതിക്കും അനുസരിച്ച് എന്ത് ചെയ്യുന്നു, അത് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാലും പൊതുവായിട്ടുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ പൗരന്മാർക്കും ലഭിക്കും. അതാണെന്ത് മൗലിക അവകാശങ്ങൾ. ഇന്ത്യയിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ തരത്തിലുള്ള മൗലിക അവകാശങ്ങൾ ലഭ്യമാണെന്നും ഇതെങ്ങനെ ഭരണഘടനയിൽ ഉൾപ്പെട്ടു എന്നും നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാം. നോക്കിയടാ, മൗലിക അവകാശങ്ങൾ നോക്കിയടാ, അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ എന്താണ് അന്തസ്സിനും പിന്നെന്താ പറയുന്നത് സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായതുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അതാണെന്ത് മൗലിക അവകാശം. എന്താണ് പറയുന്നത്? അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായിട്ടുള്ള ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അതാണെന്ത് മൗലിക അവകാശം. അപ്പോൾ രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണെന്തെന്ന് പറയുന്നത് മൗലിക അവകാശം. എന്താണ് പറയുന്നത്? നമുക്ക് ജീവിക്കാൻ, ഒരു പൗരന് ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കാൻ പിന്നെന്ത് വേണം? അന്തസ്സും സ്വാതന്ത്ര്യം, അതിജീവനം, ഇതിനെല്ലാം അനിവാര്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആരൊരുക്കി കൊടുക്കുന്നു? രാഷ്ട്രം ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ പൗരന്മാർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നു. അതിനെ പറയുന്ന പേരാണ് മൗലിക അവകാശങ്ങൾ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നിരവധി രാജ്യങ്ങളുണ്ട്. ആ നിരവധി രാജ്യങ്ങൾക്ക് പലതരത്തിലുള്ള അല്ലെ പല രീതിയിലുള്ള ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയിൽ എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല തരത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ? അവരുടെ ജനജീവിത രീതിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഭരണഘടനാപരമായിട്ടുള്ള മൗലിക അവകാശങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ പറയുന്നു ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനയിൽ അതത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് എന്താ മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിച്ചത്. എങ്ങനെ മൗലികാവകാശം ഇന്ത്യയിൽ വന്നു പെട്ടുവെന്നും എങ്ങനെ മൗലികാവകാശം ലോകത്തിൽ വന്നു പെട്ടുവെന്നും നമുക്ക് പഠിക്കാം. ഓക്കേടാ, മാഗ്ന കാർട്ട. എന്താണ് മാഗ്ന കാർട്ട? 1925 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന നമ്മുടെ ജോൺ രാജാവ്, ആരാണ്? ജോൺ രാജാവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒപ്പുവെച്ച ഒരു പ്രമാണമാണെന്ത്? ഈ മാഗ്ന കാർട്ട. ജോൺ രാജാവാണ് ഒപ്പുവെച്ചത്. അതായത് പാർലമെന്റിനാണ് അധികാരം, അതായത് നിയമങ്ങൾക്ക് അതീതമായിട്ട് രാജാവോ രാജാധികാരമോ ഇല്ല എന്നാണ് ഈ മാഗ്ന കാർട്ട ഉൾക്കൊള്ളുന്നത്. എന്താണ് പറയുന്നത്? നിയമത്തിന് അതീതമായിട്ട് രാജാവിനോ രാജാധികാരത്തിനോ സ്ഥാനമില്ല എന്നാണ് മാഗ്ന കാർട്ട പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. എന്താണ്? വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്താണ് വലിയ പ്രമാണം? മാഗ്ന കാർട്ട എന്ന് വെച്ചാൽ എന്താണ്? വലിയ പ്രമാണം. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല, നിയമത്തിൻ്റെ മുകളിലല്ല രാജാവും രാജാവിൻ്റെ ഭരണവും. ഓക്കെ, എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണ്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിപ്പിച്ച് ഒപ്പുവെക്കുകയായിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമ തത്വങ്ങൾക്കും എന്ത് ചെയ്തു? ഈ മാഗ്ന കാർട്ട അടിസ്ഥാനമായി മാറുകയാണ് ഉണ്ടായത്. അതായത് ഈ മാഗ്ന കാർട്ടയുടെ ചുവട് പിടിച്ചാണ് ബാക്കി എല്ലാ രാജ്യങ്ങളിലും എന്തുണ്ടായി വന്നത്? ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ മൗലിക അവകാശം ഉണ്ടായി വന്നത്. ഓക്കെ, അതിന്റെ വേരെവിടെയാണ്? മാഗ്ന കാർട്ടയാണ്, അല്ലെങ്കിൽ വലിയ പ്രമാണമാണ്. അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നാണ് 1628 ഉണ്ടായ പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ബിൽ ഓഫ് റൈറ്റ്സും ഒക്കെ എന്താണ്? ഈ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ പിൻബലത്താൽ ഉണ്ടായ പ്രധാനപ്പെട്ട മൗലിക അവകാശ രേഖകളാണ്. ഓക്കെ, അപ്പം മാഗ്ന കാർട്ടയിൽ നിന്നാണ് ബാക്കി എല്ലാ നമ്മുടെ ഈ പറയുന്ന രാജ്യങ്ങളുടെ എല്ലാ മൗലിക അവകാശങ്ങളും ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പം മൗലിക അവകാശങ്ങൾ നാൾ വഴി നോക്കിയാലോ? നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്ന കാർട്ട 1215 ഒപ്പുവെക്കുകയുണ്ടായി. ഓക്കെ, എന്താണ്? പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏതെന്ന് ചോദിച്ചാൽ മാഗ്ന കാർട്ടയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അമേരിക്കൻ അവകാശ പത്രിക എന്നാണ് വർഷം നോക്കിക്കോ? 1789 അമേരിക്കൻ
റവല്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വിശദമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ 1789 ഒപ്പുവെക്കപ്പെട്ട യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ്, അതായത് അമേരിക്കൻ അവകാശ പത്രിക എങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക. വർഷം 1789, 789. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ്, അതും 1789. അതായത് ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ നമ്മുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ് 1948 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു, നമുക്കറിയാം. ഓക്കെ, ഇതിന്റെ പ്രമാണത്തിലാണ് അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും എന്ത് വരുന്നത്, മൗലിക അവകാശങ്ങൾ എന്ന തത്വം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൗലിക അവകാശങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉണ്ടായ നാൾ വഴി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, നോക്കിയിട്ട് അമേരിക്കൻ അവകാശ പത്രിക 1789 പറഞ്ഞു. എന്താണ്? അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവകാശ പത്രികയാണ് അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലേ. എന്താണ് പറയുന്നത്? അമേരിക്കൻ ഐക്യനാടുകളിലെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന പത്രികയാണ് എന്ത്? അമേരിക്കൻ അവകാശ പത്രിക. ഓക്കെ, അവിടെ എന്തൊക്കെയാണുള്ളത്? എടാ നോക്കിയേ, മതവിശ്വാസത്തിനുള്ള അവകാശം, എന്താണ് പറയുന്നത്, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, അതേപോലെ മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായിട്ട് സംഘം ചേരാനുള്ള അവകാശം, പിന്നെന്ത് പറയുന്നു, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനായിട്ടുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളായിട്ട് പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ എന്തെന്നാണ് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോ. ഏതൊക്കെയാണ്? മതവിശ്വാസം, അഭിപ്രായ പ്രകടനം, പിന്നെന്ത് പറയുന്നു, സമാധാനപരമായിട്ട് സംഘം ചേരൽ, പിന്നെന്താണ്, ജീവനും സ്വത്തിനുള്ള സംരക്ഷണം. ഇതൊക്കെയാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഉറപ്പുവരുത്തുന്ന, അവിടുത്തെ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം. വർഷം പറഞ്ഞു 1789. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരന്മാർക്കും എന്താണ്, വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നു. എന്താ സ്റ്റേറ്റ്മെന്റ് പഠിച്ചോ? എല്ലാ പൗരന്മാർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇതെന്താണ് പ്രഖ്യാപിക്കുന്നത്? എല്ലാ പൗരന്മാർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, അത് പഠിച്ചോളണേ. വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കപ്പെടുന്നു. അപ്പൊ പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരും എന്താണ്, സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നു. എന്താണ്? പൗരർ എങ്ങനെയായിരിക്കും? ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരും, എന്നാൽ സാമൂഹിക വ്യത്യാസങ്ങൾ എങ്ങനെ, പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നു. ഒരു വ്യത്യാസം അവിടെ സാമൂഹികമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം? സാമൂഹിക നന്മയ്ക്കും സാമൂഹിക ധർമ്മങ്ങൾക്കും ആയിട്ട് മാത്രമേ അവിടെ വ്യത്യാസം കൽപ്പിക്കപ്പെടുന്നുള്ളൂ. അതായത് ഇന്ന് നമ്മുടെ റിസർവേഷനൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അവിടെ എന്താണ്, സമതുല്യത ഉണ്ടോ? ഇല്ല. അവിടെ എന്താണ്, ആ റിസർവേഷൻ ഉണ്ടാവുന്നത് തന്നെ എന്താണ്, ആ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവാം? സാമൂഹിക വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സാമൂഹിക അല്ലെങ്കിൽ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇതും എന്തിവിടെ പറയുന്നുണ്ട്? ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉന്നയിക്കുന്ന പ്രഖ്യാപനങ്ങളാണ്. ഓക്കെ, അടുത്ത് പറയുന്നു ഭരണഘടനാ ദിനം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പറഞ്ഞു പോയതാണ്. നവംബർ 26 ഭരണഘടനാ ദിനം. അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിവസമാണ് നവംബർ 26. അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഭാഗം 3ലാണ് നമ്മൾ എന്ത് പറയുന്നത്? മൗലിക അവകാശങ്ങൾ ചേർത്തിരിക്കുന്നത്. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഓക്കെ, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിൽ ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായിട്ട് നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണപ്പെട്ട നിയമങ്ങളാണ്. ഓക്കെ, ഒരു നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ മൗലിക അവകാശങ്ങൾ എങ്ങനെയാണ്?
നമ്മുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ഭരണഘടനയിലൂടെയാണ്. എന്നാൽ ഉപഭോക്തൃപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? ആ നിയമത്തിലൂടെയാണെങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് ഏത് വഴിയാണ്? ഭരണഘടനയിലൂടെയാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് സാധാരണയായിട്ട് നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ആരാണ്? ആ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി. എന്താണ് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് എല്ലാവരും എന്താണ്? നിയമത്തിന് മുന്നിൽ തുല്യരാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. ഇതാണെന്ത്? സമത്വത്തിനുള്ള അവകാശം. നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഒരു നിയമം അവിടെ പാസ്സാക്കപ്പെടുമ്പോൾ എനിക്കും നിനക്കും ആ നിയമം ഒരുപോലെ പാലിക്കപ്പെടണം. ഓക്കെ, അതാണെന്ത്? സമത്വത്തിനുള്ള അവകാശം. എന്താണ് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും എന്താണ്? നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. ഈ അവകാശപ്രകാരം എന്താണ് പറയുന്നത്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ വിവേചനവും പാടുള്ളതല്ല എന്ന് ഉറപ്പു നൽകുന്നു. ഏതുവഴി? സമത്വത്തിനുള്ള അവകാശം. ഓക്കെ, പിന്നെ പറയുന്നു ഇതോടൊപ്പം തന്നെ ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ എന്താണ്? തുല്യ പ്രവേശനം ഉറപ്പുവരുത്തുന്നു. ഓക്കെ, ഒരു കട ഉണ്ടാക്കുന്നു, അവിടെ രണ്ട് തരത്തിൽ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഒരു ഹോട്ടൽ, ഒരു റിസോർട്ട്, ആ റിസോർട്ടിൽ എന്ത് ചെയ്യാം? പൈസ ഉള്ളവനും കയറാം, പൈസ ഇല്ലാത്തവന് കയറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ നിഷേധിക്കപ്പെടുന്നുണ്ട് ആ പ്രവേശനം. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പൈസയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ മറ്റൊരു മതത്തിലും മറ്റൊരു ജാതിയിലും പെട്ട ഒരാൾ വന്ന് നിൽക്കുന്നു, രണ്ട് പേരുടെ കയ്യിലും പൈസ ഉണ്ട്, പക്ഷെ രണ്ടുപേർക്കും അത് നീ ഇന്ന ജാതി ആയതുകൊണ്ട് അല്ല ഇന്ന മതത്തിൽ പെട്ടതുകൊണ്ട് നിനക്ക് അവിടെ പ്രവേശനമില്ല എന്ന് പറയരുത്. ഓക്കെ, അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, അതായത് പൊതുനിരത്തിൽപ്പെട്ട അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന എല്ലായിടങ്ങളിലും എല്ലാ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ എല്ലാ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന മതം, വർഗം, ജാതി, ലിംഗം പോലുള്ള വിവേചനങ്ങൾ ഉണ്ടാവരുത് എന്ന് പറയുന്നു. അതേപോലെ എന്ത് പറയുന്നു? പൊതുജോലികളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, ഈ അവകാശങ്ങളും സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിയടാ. അടുത്ത് പറയുന്നു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം? ഇവിടെ നോക്കിയേ. ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി എന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമുക്കറിയാം, നമ്മൾ ജീവിച്ചിരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു കുറച്ച് നാൾ. അവിടെ നിന്ന് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ സ്വതന്ത്രരായി. ഓക്കെ, അതിനുശേഷം ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾ, 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നു നമ്മൾ സ്വതന്ത്രരാണ്. എങ്ങനെയുള്ള പല തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് അനുവദിച്ച് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ 19 മുതൽ 22 വരെ എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഊന്നൽ നൽകുന്ന അനുച്ഛേദങ്ങളാണ്. ഓക്കെ, അപ്പോൾ 19 മുതൽ 22 വരെ അതിൽ മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന രീതിയിൽ കുറച്ച് അവകാശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. 19 I പ്രകാരം അത് ഏതൊക്കെയാണെന്നാണ് താഴെ കാണുന്നത്. ഏതൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം 19 IA എന്ന അനുച്ഛേദത്തിൽ പറയുന്നു. അടുത്ത് പറയുന്നു സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം 19 IB എന്ന അനുച്ഛേദത്തിൽ പറയുന്നു. അടുത്തത് പറയുന്നു സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് 19 IC എന്ന അനുച്ഛേദത്തിൽ പറയുന്നു. അടുത്ത് പറയുന്നു ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം 19 ID. അടുത്ത് പറയുന്നു ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായിട്ട് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് 19 IE. അടുത്ത് പറയുന്നു ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം, അതായത് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ജോലിയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം 19 IG. F ഉണ്ടായിരുന്നു 19 IF. അത് നമ്മുടെ സ്വത്തവകാശമായിരുന്നു. സ്വത്തവകാശം 1972 42-ാം ഭേദഗതി പ്രകാരം അത് എടുത്തു മാറ്റി, 44-ാം ഭേദഗതി പ്രകാരം അത് എടുത്തു മാറ്റുകയുണ്ടായി. ഓക്കെ, അപ്പോൾ 6 തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, ഇത് വൃത്തിയായിട്ട് പഠിക്കുക, ഇത് ഉറപ്പായിട്ടും ചോദിക്കും.
ചോദിച്ചിട്ടുണ്ട്, നിരവധി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അത് വൃത്തിയായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ഈ അനുച്ഛേദങ്ങൾ ഉൾപ്പെടെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റിയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പരാമർശിക്കുന്നു. ഓക്കെ, അടുത്ത് പറയുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ കൂടാതെ എന്ത് പറയുന്നു, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പറയുന്നത് 21A പ്രകാരമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A പ്രകാരമാണ്. ഓക്കെ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ 21 പ്രകാരം. അപ്പോൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പറയുന്നത് എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും കൂടാതെ എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂടിയാണ്. ഓക്കെ, ഇനി പറയുന്നു രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, പിന്നെന്താണ്, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ എന്താണ് ഈ സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യാം? പരിമിതപ്പെടുത്താനുള്ള അവകാശം ഉണ്ട്. ഓക്കെ, യുക്തിസഹമായ രീതിയിൽ എന്ത് ചെയ്യാം? ഈ അവകാശങ്ങൾ എന്ത് ചെയ്യാം? നിയന്ത്രിക്കപ്പെടാം. ഓക്കെ, നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ 21A പ്രകാരമാണ് എന്ത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പറഞ്ഞത് അല്ലേ? വിദ്യാഭ്യാസ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2002 86 ഭേദഗതി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ഒരുപാട് തവണ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ 2002 86 ഭേദഗതി പ്രകാരം അനുച്ഛേദം 21A പറഞ്ഞാണ്. 21A പ്രകാരം വിദ്യാഭ്യാസം എന്താക്കി മാറ്റി? മൗലിക അവകാശമാക്കി മാറ്റി. ഭേദഗതി 2002 86 ഭേദഗതി അനുച്ഛേദം 21A പ്രകാരം എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം എന്തായിട്ട് മാറ്റി? മൗലിക അവകാശമാക്കി മാറ്റി. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2009 ഏപ്രിൽ 10 പഠിച്ചോ? 2009 ഏപ്രിൽ 10 എന്ത് ചെയ്തു? വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിക്കുകയുണ്ടായി. 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം എന്താ പറയുന്നത്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണം എന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2002 86 ഭേദഗതി പ്രകാരം ആണെന്ത്? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പറയുന്നത് 21A ആണ്. ഓക്കെ, അടുത്ത് പറയുന്നു ചൂഷണത്തിനെതിരായ അവകാശം. അതായത് നമ്മുടെ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യുന്നു. ഓക്കെ, ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ജോലി ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയും ചൂഷണത്തിന് വിധേയരാകുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറയുന്നത് എന്താണ്? അടിമത്വം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയതാണ് ചൂഷണങ്ങളായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിതമായിട്ടുള്ള ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശം എന്നതുകൊണ്ട് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയവയാണ് ചൂഷണങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇവയെ ഇല്ലാതാക്കി സുരക്ഷിതമായ ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 23 എന്താണ്? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തെ പ്രതിപാദിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 23 എന്താണ്? 23 പ്രകാരം എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആർട്ടിക്കിൾ 23. ഓക്കെ, അപ്പൊ അനുച്ഛേദം 24 എന്താണ്? 24 അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലെ അതായത് ബാലവേല. അപ്പൊ ബാലവേലയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എത്രയാണ്? 24 ആണ്. അപ്പൊ 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിപ്പിക്കുന്നത് നിരോധിക്കപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 24. എന്നാൽ സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ ഒരു കടയോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്യുന്നതൊന്നും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല. പ്രധാനപ്പെട്ടത് എടുത്തു പറയുന്നുണ്ട് എന്താണ്? ഖനികളിലോ വ്യവസായശാലകളിലോ അപകടകരമായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യിപ്പിക്കുന്നത് നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നു മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം.
അതായത് ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അപ്പം ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായിട്ടുള്ള മതം അനുവർത്തിക്കുന്നതിന്, അതായത് മതം സ്വീകരിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യം ആര് നൽകുന്നു? ഭരണഘടന അനുവദിക്കുന്നു. അതൊരു മൗലിക അവകാശമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ഓരോരുത്തർക്കും സ്വീകാര്യം ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കുന്നതിനും അത് അനുഷ്ഠിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം? പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ എല്ലാ മതങ്ങൾക്കും എന്ത് ചെയ്യുന്നു? ഭരണഘടന തുല്യമായിട്ടുള്ള പരിഗണന നൽകുന്നു. അപ്പോൾ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. അപ്പോൾ ഭരണഘടന എല്ലാ മതങ്ങൾക്കും എന്താണ്? തുല്യ പരിഗണന, തുല്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ എന്നാൽ മേൽപ്പറഞ്ഞ അവകാശങ്ങളെല്ലാം, അതായത് എന്താണ്, സ്വീകാര്യമായിട്ടുള്ള മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണ്? അത് പൊതു നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ പൊതുക്രമത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരോഗ്യത്തിനോ ധാർമ്മികതയോ ബാധിക്കാത്ത രീതിയിലായിരിക്കണം. ഓക്കെ, ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാം, ഇഷ്ടപ്പെട്ട രീതിയിൽ അത് പ്രചരിപ്പിക്കാം, ഇഷ്ടപ്പെട്ട രീതിയിൽ അത് ആചരിക്കുകയും ചെയ്യാം. പക്ഷെ അതെങ്ങനെയായിരിക്കണം? മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുസരിച്ചായിരിക്കണം. അതായത് മറ്റുള്ളവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോ അത് അവരുടെ ആരോഗ്യത്തിനോ പൊതുക്രമത്തിനോ യാതൊരു കോട്ടം തട്ടാതെ ആയിരിക്കണം ഈ പറയുന്ന മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും ആചരിക്കുന്നതിനും ഒക്കെയുള്ള നിബന്ധന. ഓക്കെ, ഇതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്ന പോയിന്റ്സ്. ഓക്കെ, അടുത്ത് പറയുന്നു സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. എന്താണ് പറയുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അധികാരങ്ങൾ. അതായത് നമ്മുടെ രാജ്യം, നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നേരത്തെ പറഞ്ഞ പോലെ നിരവധി മതങ്ങളുണ്ട്, നിരവധി സംസ്കാരമുണ്ട്, നിരവധി ഭാഷകളുണ്ട്, നിരവധി ലിപികളുണ്ട്. ഓക്കെ, അപ്പം നാനാത്വത്തിൽ ഏകത്വം എന്ന രീതിയിലാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ ജീവിച്ചു പോകുന്നത്. ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയാണ്. ന്യൂനപക്ഷം ഉണ്ടാവും, ഭൂരിപക്ഷവും ഉണ്ടാവും. അതായത് എണ്ണത്തിൽ കുറഞ്ഞ ആൾക്കാരുണ്ടാവും. വളരെ കുറച്ച് ആൾക്കാർ മാത്രം ആചരിക്കുന്ന മതം കാണും, ആചാരം കാണും, ലിപി കാണും, ഭാഷ കാണും. അപ്പം ഇവർക്ക് എന്ത് ചെയ്യണം? ഇവർക്കും ഭൂരിപക്ഷം, അതായത് എണ്ണത്തിൽ കൂടുതലുള്ളവർ ആചരിക്കുന്ന മതത്തിനും സംസ്കാരത്തിനും അനുസൃതമായിട്ട് ജീവിക്കാൻ കഴിയണം. അതാണ് പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ, നമുക്കറിയാം. അപ്പം എന്താണ്? മതപരം, ഭാഷാപരം, സാംസ്കാരികപരമായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതായത് എണ്ണത്തിൽ കുറഞ്ഞ ആൾക്കാർ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും അതുപോലെ തന്നെ പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുടെ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. എന്താണ് ന്യൂനപക്ഷം എന്ന് അറിയാലോ? ഈ പറയുന്ന എന്താണ് മതപരം അല്ലെങ്കിൽ ഭാഷാപരമോ സാംസ്കാരികപരമായിട്ടുള്ള ആചാരങ്ങൾ വളരെ എണ്ണത്തിൽ കുറഞ്ഞ ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്നുവെങ്കിൽ അവരെ ന്യൂനപക്ഷം എന്ന് പറയുന്നു. അപ്പോൾ ആ ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അവരുടെ സംസ്കാരവും അല്ലെങ്കിൽ ഭാഷ, ലിപി എന്നിവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സ്വാതന്ത്ര്യമാണ് സാംസ്കാരികപരമായിട്ടുള്ള അവകാശങ്ങൾ. ഓക്കെ, ഇപ്പോൾ എന്താണ് അവരോട് പറയുന്നത്? ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം എന്ത് ചെയ്യാം? ഈ മതപരവും ഭാഷാപരവും സാംസ്കാരികപരമായിട്ടുള്ള എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അവരുടെ ഈ ലിപി അല്ലെങ്കിൽ ഇവരുടെ ഭാഷ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവരുടെ മതം അല്ലെങ്കിൽ ഇവരുടെ സംസ്കാരം പ്രചരിപ്പിക്കാനും വികസിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്താണ്? എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നടത്തുന്നതിനും അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിനും എന്ത് ചെയ്യുന്നു? മൗലിക അവകാശം നൽകിയിട്ടുണ്ട്. ഓക്കെ, അതിലൂടെ എന്ത് ചെയ്യുന്നു? അവരുടെ ന്യൂനപക്ഷ വിഭാഗക്കാർക്കുള്ള സംസ്കാരത്തെ സംരക്ഷിക്കാനും പരിപോഷിക്കാനും അവർക്ക് അവകാശം ലഭിക്കുന്നു. ഇതാണ് എന്ത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണം. അതെന്തിൻ്റെ സംരക്ഷണം? എന്താണത്? മതപരമാവാം, ഭാഷാപരമാവാം, സാംസ്കാരികമാവാം, ഭാഷയാവാം, ലിപിയാവാം. ഇതിൻ്റെയൊക്കെ സംരക്ഷണമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത് പറയുന്നു ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ആർട്ടിക്കിൾ 32 പ്രകാരം എന്താണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? വ്യക്തികളുടെ സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിൽ ഒന്നാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മൗലികാവകാശങ്ങൾ അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അനുച്ഛേദം 32
32 പ്രകാരം എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതിയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികളെ എന്ത് ചെയ്യാം? നമുക്ക് സമീപിക്കാം. അതായത് മേൽപ്പറഞ്ഞ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും ഒന്ന് ഹനിക്കപ്പെട്ടാൽ അത് നമുക്ക് ലഭ്യമാകുന്നില്ല എന്നൊരു പൗരന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അനുച്ഛേദം 32 പ്രകാരമോ അനുച്ഛേദം 226 പ്രകാരമോ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നമുക്ക് സമീപിക്കാൻ കഴിയും പരിഹാരത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഈ പറയുന്ന ഒരു മൗലിക സ്വാതന്ത്ര്യം നമുക്ക് ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാം? നമുക്ക് സുപ്രീം കോടതിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയെയോ സമീപിക്കാം. അനുച്ഛേദം 32 പ്രകാരമാണെങ്കിൽ എവിടെയാണ്? സുപ്രീം കോടതിയാണ്. അനുച്ഛേദം 226 പ്രകാരമാണെങ്കിൽ ഹൈക്കോടതിയെയും സമീപിക്കാം എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ചില അവകാശങ്ങൾ നിയമപരമായിട്ട് സംരക്ഷിക്കപ്പെടാം. പക്ഷേ മൗലിക അവകാശങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ഭരണഘടനയിലൂടെയാണ്. ഭരണഘടനയുടെ കാവൽക്കാരനാണ് കോടതികളാണ്. ഓക്കെ, അത് പ്രകാരം അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെയും ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കാം. ഓക്കെ, പിന്നെ പറയുന്നു സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും റിട്ടുകളിലൂടെയാണ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. എന്താണ് റിട്ട്? അതായത് മൗലിക അവകാശം ഒരു ലംഘിക്കപ്പെട്ടു എന്ന് സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അവിടെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാം. എന്താണ്? ഈ പറഞ്ഞ മൗലികാവകാശം ലംഘിക്കപ്പെട്ടെന്ന് തോന്നിക്കഴിയുമ്പോൾ സുപ്രീം കോടതി പറയും അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം. ഓക്കെ, ഒരു വ്യക്തിക്ക് മൗലികാവകാശം ലംഘിക്കപ്പെട്ടു, അവിടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിയെ ഹനിക്കപ്പെട്ടു എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ ഭരണകൂടത്തോട് പറയും അത് എത്രയും പെട്ടെന്ന് ആ പൗരനത് സാധിച്ചു കൊടുക്കണം എന്ന് പറയുന്നതാണെന്ന് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? റിട്ടുകളിലൂടെയാണ്. റിട്ട് ഈസ് ആൻ ഓക്കെ. അപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എന്ത് ചെയ്യാണ്? റിട്ടുകളിലൂടെയാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുന്നത്. റിട്ടുകൾ. ഓക്കെ, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. അപ്പോൾ എന്താണ് പറയുന്നത്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് സുപ്രീം കോടതിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്നത് എന്താണ്? റിട്ടുകളാണ്. ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശമെന്ന് BR അംബേദ്കർ വിശേഷിക്കപ്പെട്ടു. ആർട്ടിക്കിൾ 32 ഇന്ത്യയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഓക്കെ, അറിഞ്ഞുകൊടുത്തവരാണെങ്കിൽ പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ളത് വൃത്തിയായിട്ട് പഠിക്കുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേറൊരു വീഡിയോ ഉണ്ട്, അതായത് നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിൽ വരും. ഓക്കെ, എന്തായാലും ഇത് വൃത്തിയായിട്ട് പഠിക്കുക. ഉടനെ തന്നെ അടുത്ത പാർട്ട് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.